നമ്മൾ കണ്ടത് വ്യാപകമായൊരു പ്രചരണം നടക്കുന്നതാണ്. സർക്കാർ എന്തോ കൊള്ളയടിക്കുന്നു, ഇത് മുഴുവൻ സർക്കാരിനുള്ളതാണ് എന്ന നിലയിലുള്ള ഒരു പ്രചരണം പിന്നീട് നടത്തുന്നതാണ് കണ്ടത്. യഥാർത്ഥത്തിൽ 2023 ഏപ്രിൽ 10 മുതലാണ് പെർമിറ്റ് ഫീ വർധനവ് നിലവിൽ വന്നത്. ഏപ്രിൽ 10 നിലവിൽ വന്നെങ്കിലും പ്രത്യക്ഷത്തിൽ വലിയ ഒരു പ്രതിഷേധമോ എതിർപ്പോ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വന്നിരുന്നില്ല. അതിനുശേഷം നിയമസഭാ സമ്മേളനം പലതവണ നടന്നു. ഒരിക്കൽ പോലും നിയമസഭയിൽ ഈ കഴിഞ്ഞ ജൂണിന് മുമ്പ് ഒരിക്കൽ പോലും ഈ വിഷയം ഉയർന്നു വന്നിട്ടേയില്ല, ആരും ഉന്നയിച്ചിരുന്നില്ല. ആദ്യമായിട്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത് ഈ കഴിഞ്ഞ ജൂൺ 12-നാണ്, ഒരു ശ്രദ്ധ ക്ഷണിക്കലായി. അതായത് ഇത് നടപ്പാക്കി 14 മാസത്തിന് ശേഷമാണ്. 2023 ഏപ്രിൽ 10 നടപ്പാക്കി തുടങ്ങി. 2024 ജൂൺ 12-നാണ് പ്രതിപക്ഷം ആദ്യമായി നിയമസഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നത്. അത് തന്നെ നേരിട്ട് പെർമിറ്റ് ഫീസ് വർധനവിനെ കുറിച്ച് പറഞ്ഞല്ല, കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു എതിർപ്പ് സഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ശേഷമാണ്. അപ്പം അതുവരെ പ്രതിപക്ഷം ഒരു തരത്തിലും ഈ പ്രശ്നം സഭയിൽ ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ താഴെ UDF ഭരിക്കുന്ന നഗരസഭകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ ഒക്കെ സ്വീകരിച്ച സമീപനം വളരെ വഞ്ചനാപരമായൊരു സമീപനമായിരുന്നു. അവർ പെർമിറ്റ് ഫീസ് വാങ്ങില്ല, വർദ്ധിപ്പിച്ചത് വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു, പ്രമേയം പാസാക്കി. പക്ഷേ ഈ പുതുക്കിയ ഫീസ് അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞൊരു വർഷമായിട്ടത് വാങ്ങിയിട്ടുണ്ട്. ആ പണം മുഴുവൻ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കപടമായിട്ടുള്ള നീക്കം ആണ് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എൻ്റെ കൈവശം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള അധിക വരുമാനത്തിൻ്റെ കണക്കുണ്ട്, ഓരോരുത്തരും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നിലയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലുള്ള പ്രചരണമാണ് വ്യാപകമായി നടത്തിയത്. ഇത് മുഴുവൻ സർക്കാരിനാണ് എന്നും സർക്കാർ നികുതി കൊള്ള നടത്തുകയാണെന്നും സർക്കാർ ഈ കൊള്ളയടിക്കുന്ന പണം ഉപയോഗിക്കുകയാണ് എന്നുമൊക്കെയുള്ള തീർത്തും അടിസ്ഥാനരഹിതമായ, എല്ലാവർക്കും വസ്തുതാവിരുദ്ധമാണെന്ന് അറിയുന്ന കാര്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രതിപക്ഷം വളരെ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യക്ഷത്തിൽ നിയമസഭയിൽ എതിർക്കാതിരിക്കുക, പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസ്സാക്കുക, ഇത് വാങ്ങില്ല എന്ന് പറഞ്ഞ്, എന്നിട്ടിത് വാങ്ങി ഉപയോഗിക്കുക, പഴി മുഴുവൻ സർക്കാരിൻ്റെ തലയിൽ ഇടുക എന്ന ഒരു വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആ വഞ്ചനാപരമായിട്ടുള്ള നിലപാട് അറിയണമെങ്കിൽ ഈ പ്രമേയം പാസ്സാക്കിയ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഈ നികുതി പിരിച്ചതെന്ന് കൂടി നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, വസ്തുനികുതിയുടെ കാര്യത്തിൽ സ്ലാബ് സർക്കാർ നിശ്ചയിക്കുകയാണ് ചെയ്യുക. സ്ലാബിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് അവർക്ക് സ്വീകരിക്കാം. പക്ഷേ എതിർത്ത മിക്കവാറും പ്രതിപക്ഷ സ്ഥാപനങ്ങൾ, പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ സ്ലാബിലെ ഏറ്റവും കുറഞ്ഞ നിരക്കല്ല നടപ്പാക്കിയിട്ടുള്ളത്. പ്രമേയം പാസ്സാക്കലും പ്രസ്താവന കൊടുക്കലും നന്നായിട്ട് നടന്നു, പക്ഷെ ഉയർന്ന നിരക്കാണ് അവർ ഈടാക്കിയത്. ഇങ്ങനെയാണ് ജനങ്ങളെ വഞ്ചിച്ചത്. ഇതിൻ്റെ നേട്ടം പരമാവധി പ്രയോജനപ്പെടുത്തുകയും പഴി മുഴുവൻ സർക്കാരിൻ്റെ തലയിലിടുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്.